സിനിമയിലെ ആ കൊച്ചു വീട്ടിൽ ജനിച്ച് ജിമ്മിക്ക് കമൽ എന്ന ഗാനം കൊണ്ട് നമ്മുടെ മലയാള ഗാനരംഗത്തെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി മാറ്റത്തിന്റെ പാതയിൽ സൈക്കിൾ ചവിട്ടി വന്ന നമ്മളുടെ സ്വന്തം ഷാനിക്ക. ലെറ്റ്സ് വെൽക്കം ഷാൻ റഹ്മാൻ. ശ്വേതാംബരധരേ ദേവി ശ്വേതാംബരധരേ ദേവി ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. എന്തോ നിക്കട്ടെ, ഇത് ഇച്ചിരി പാടാ. വന്ന ചോദിക്കട്ടെ. വെറുതെ നിന്നാ പലടക്കൊന്ന് സഹായിക്കണം. നിന്നാട്ടെ. എന്താ പെർഫോമൻസ്, അടിപൊളിയല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഞാൻ ഈ സ്റ്റേജിന്റെ പുറകിലുണ്ടായിരുന്ന സമയത്ത് പാർവതി ഒരു ഗംഭീര ഇൻട്രോ തന്നത് ഞാൻ കേട്ടു. ഷാനിക്ക വരുമ്പോ പിന്നെ ഞാൻ അങ്ങനെ തരണ്ടേ? ഗംഭീര ഇൻട്രോ തന്നെ തരണ്ടേ? അതെ, പക്ഷെ ഈ ഇൻട്രോ എന്നൊക്കെ പറയുമ്പോ അതിനൊരു ഇതില്ലേ? ഞാൻ എന്താ പറഞ്ഞ, ഞാൻ സൈക്കിൾ ചവിട്ടി വന്ന അതങ്ങനല്ല. അതായത് മലയാളം സിനിമയിലേക്ക് സൈക്കിൾ എന്ന സിനിമയിലെ ട്രെയിലറിന്റെ മ്യൂസിക്കിലൂടെയാണല്ലോ ഷാനിക്കയെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയത്. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലാവോ പാർവതി? ഇപ്പൊ മനസ്സിലായില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ആർക്കാ അറിയാത്തേ? ഷാൻ റഹ്മാനെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? പിന്നെ റാസൽ ഖൈമയിലെ ആ കൊച്ചു വീടാണോ വലിയ വീടായിരുന്നു ഷാനിക്ക? കൊച്ചു വീടായിരുന്നല്ലേ. അപ്പൊ റാസൽ ഖൈമയിലെ ആ കൊച്ചു വീട്ടിൽ ഈ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നോ? എന്റെ പാർവതി, എനിക്ക് ഇത്ര വലിയ ഇൻട്രോ ഒന്നും വേണ്ട. ഒരു ചെറിയൊരു ഇൻട്രോ മതി. അതാണ് അതിന്റെ ഒരു സുഖം, രസം. അപ്പോ ഒരു ഇൻട്രോയും വേണ്ടായിരുന്നു ഷാനിക്കയ്ക്ക്. സൂപ്പർ സ്റ്റാറിലേക്ക് സ്വാഗതം.